സക്സസ്സിനെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടാവുമോ? ഇല്ലെന്നായിരിക്കും ഉത്തരം. എന്നാൽ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ യഥാർത്ഥത്തിൽ എപ്പോഴാണ് വിജയിക്കുന്നത്? ഈ ഒരു ചോദ്യം എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ട ഒരു ചോദ്യമാണിത്. ഈ ഒരു സംസാരത്തിലൂടെ ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മൾ വിജയിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? എത്രമാത്രം ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു? എത്രമാത്രം ക്യാഷ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 5-10 വർഷമല്ല നമ്മൾ പഠനത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. അനേകം വർഷങ്ങളാണ് നമ്മൾ പഠനത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കുന്നത്. അങ്ങനെ ചിലവഴിച്ച് ഒരു ജോലിയിലേക്ക് എത്തിയാൽ നമ്മൾ സക്സസ് ആയോ? ഇല്ല. ഇനി നല്ലൊരു ജോലി കിട്ടി, ഇനി നല്ല ഒരു എംപ്ലോയി ആകണം, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ഐക്കണാവണം. അതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള എല്ലാ ടൈമും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം. അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായാൽ എല്ലാം ക്ലിയർ ആയോ? ഇല്ല. ഒരു ഫാമിലി ലൈഫ് വരണം. ഫാമിലി ലൈഫ് വരുന്നതോടുകൂടി കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് കൂടുകയാണ്. അത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ടൈം, നമ്മുടെ ഫണ്ട്, ഇതെല്ലാം നമ്മൾ വിനിയോഗിക്കുന്നതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുമ്പോഴും നമ്മൾ സക്സസ് ആയി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. വീണ്ടും നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, സക്സസിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മളറിയാതെ നമ്മുടെ തലമുടികളൊക്കെ നരച്ചു തുടങ്ങുന്നുണ്ട്. പല രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മിലേക്ക് വന്നു തുടങ്ങുന്നുണ്ട്. അവസാനം നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ഖബറിൻ്റെ അടുക്കലേക്ക് എത്തുന്നത് വരെ സക്സസ് തിരഞ്ഞുകൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അന്നേരം നമ്മൾ തിരിഞ്ഞു നോക്കും, സക്സസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥ നമ്മിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവും. അതിൻ്റെ മുന്നേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, എങ്ങനെ നമുക്ക് സക്സസ്സിനെ കൈവരിക്കാൻ പറ്റും? ബുദ്ധിയുള്ളൊരു മനുഷ്യൻ എപ്പോഴാണ് വിജയിയാകുന്നത്? ഈ ലോകത്തുള്ള ദുന്യവിയായ ലോകത്ത് അച്ചീവ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആഖിറമാകുന്ന ലോകത്ത്, അനന്തമായ ലോകത്ത്, എന്നും നിലനിൽക്കുന്ന ലോകത്തുള്ള വിജയത്തെ കൂടി കൈവരിക്കുമ്പോഴാണ് ബുദ്ധിയുള്ള വിശ്വാസിയായ ഒരു മനുഷ്യൻ വിജയത്തെ അച്ചീവ് ചെയ്യുന്നത്, വിജയത്തെ സ്വായത്തമാക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. എങ്ങനെയാണ് നമ്മൾ ഈ വിജയത്തെ അച്ചീവ് ചെയ്യുക? നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ, എല്ലാ വിജയങ്ങളും നമ്മൾ കൈവരിക്കുന്നതോടൊപ്പം തന്നെ, നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിലോട്ട് തിരിച്ചു വരുന്നത് വരെ, അഥവാ വേക്കപ്പ് തൊട്ട് നമ്മൾ ഉറക്കത്തിലോട്ട് ചെല്ലുന്ന ടൈം വരെയുള്ള ഓരോ സെക്കൻഡുകളും നമുക്ക് നമ്മളറിയാതെ തന്നെ വലിയ ഭാരങ്ങളില്ലാതെ നമുക്ക് ഇബാദത്തുകളാക്കി മാറ്റാൻ സാധിക്കും. എങ്ങനെയാണ് അങ്ങനെ ഇബാദത്തുകളാക്കി മാറ്റുന്നത് എന്ന ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സുലൂക്ക്, ദ ഹാബിച്വൽ ലൈസിയം എന്ന് പറയുന്നത്. സുലൂക്ക് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് കൈവരിക്കുക, രണ്ട് ലോകത്തുമുള്ള വിജയത്തിലേക്ക് കൈവരിക്കുക. ഇതിന് നമുക്ക് ചില ശീലങ്ങൾ വേണം. പ്രിപ്പറേഷൻ ഇല്ലാതെ ഒന്നും തന്നെ നമുക്ക് കൈവരിക്കാൻ കഴിയില്ല. എല്ലാ കാര്യത്തിലും പ്രിപ്പറേഷൻ വേണം. നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷനാണ് വുളൂ ചെയ്യുക എന്ന് പറയുന്നത്. ആ വുളൂ ചെയ്യുന്നതോടുകൂടി അള്ളാഹുവിനോടുള്ള സംസാരം എങ്ങനെ മനോഹരാക്കാം എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതുപോലെ എല്ലാ കാര്യത്തിനും നമുക്ക് പ്രിപ്പറേഷൻസ് വേണം, ഒരു പ്ലാനിങ് വേണം, ഒരു ഗൈഡിങ് വേണം. നമ്മുടെ രണ്ട് ലോകത്ത് നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഗൈഡ് കിട്ടേണ്ടതുണ്ട്. ഈ ഗൈഡിനെ തിരഞ്ഞ് നമ്മൾ എങ്ങോട്ടും പോകേണ്ടതില്ല. ഈ ഗൈഡാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സുലൂക്കിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത് ഈ ഒരു ജീവിത മാർഗത്തെ വളരെ ലളിതമായിക്കൊണ്ട് നിങ്ങളിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ സെക്കൻഡുകളും നമ്മളറിയാതെ നമുക്ക് ഇബാദത്താക്കി മാറ്റാം എന്നുള്ളത്. സുലൂക്ക് എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഏതെങ്കിലും ഒരു കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യലല്ല, ഒരുമിച്ചുള്ള ഒരു യാത്ര. ഫിസിക്കലായിട്ടും വിർച്വലായിട്ടും നമ്മളൊരുക്കുന്ന ഒരു യാത്ര. ആ യാത്രയുടെ അറ്റ് ലാസ്റ്റ് എന്ന് പറയുന്നത് ആഖിറമാകുന്ന ലോകത്തുള്ള വിജയം, അതുപോലെ തന്നെ ഈ ലോകത്തുള്ള വിജയം എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് സുലൂക്കിൻ്റെ യാത്രയിൽ നിങ്ങൾ പങ്കുചേരുന്നുണ്ടെങ്കിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുമിച്ച് ഈ യാത്ര നമുക്ക് ആരംഭിച്ച് ഈ യാത്ര ഒരു വിജയത്തിലേക്കെത്തി എന്നും നിലനിൽക്കുന്ന ഒരു വിജയത്തിലേക്ക് നമുക്ക് പര്യവസാനിപ്പിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുലൂക്ക് പ്രധാനമായിട്ട് നിലവിൽ 3 കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഒന്ന് ഹാബിറ്റൽ ടോക്കാണ്. ഓൾറെഡി നമ്മളത് ആരംഭിച്ചു കഴിഞ്ഞു. വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് 600-ലധികം വരുന്ന പഠിതാക്കൾ നമ്മുടെ ഹാബിറ്റൽ ടോക്ക് വഴി എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ പല മാറ്റങ്ങളും കൈവരിച്ചു കൊണ്ടിരിക്കുന്നു. അത് നല്ലൊരു നെറ്റ്വർക്കായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു കോഴ്സാണ് റിഹ്ല എന്ന് പറയുന്ന കോഴ്സ്. റിഹ്ല തന്നെ ബേസിക് കോഴ്സും ഉണ്ട്, അഡ്വാൻസ്ഡ് കോഴ്സും ഉണ്ട്. 2 ലെവലുകളിലായിട്ടാണ് നടക്കുന്നത്. 21 days നീണ്ടു നിൽക്കുന്ന നമ്മുടെ ബേസിക് ആയിട്ടുള്ള കോഴ്സ്, ആ കോഴ്സിലൂടെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിലോട്ട് വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് കിട്ടും. നമ്മളെങ്ങനെ വുളു ചെയ്യണം, നമ്മൾ ഏതൊക്കെ രൂപത്തിലാണ് നിസ്കരിക്കേണ്ടത്, അസുഖം വരുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ തയമ്മും ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്, ജംഉ ഖസ്റ എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്, ഇതുപോലെ അശുദ്ധിയായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ശുദ്ധീകരണം നടത്തേണ്ടത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നു. നിത്യജീവിതത്തിൽ അനിവാര്യമായ ചില ദിക്റുകൾ, എല്ലാ ദിവസവും നിർബന്ധമായി നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്തുകൾ, ഇങ്ങനെ എല്ലാ ദിവസത്തിലും നമുക്കുണ്ടായിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലൈഫിന്, ഒരു ദിവസത്തിന് ഒരു റൂട്ട് നിർണ്ണയിക്കുകയാണ് നമ്മുടെ റിഹ്ലയുടെ ബേസിക് കോഴ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഈ കോഴ്സ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇരുവിഭാഗം ആളുകൾക്കും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. 41 days നീണ്ടു നിൽക്കുന്നതാണ് റിഹ്ലയുടെ അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സ്. 41 ദിവസത്തിലൂടെ റിഹ്ലയുടെ ബേസിക് കോഴ്സിലൂടെ നമ്മൾ സ്വായത്തമാക്കിയ കാര്യങ്ങളുടെയൊക്കെ ഒരു വിശാലമായ ചിത്രത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വിർച്വലായിട്ടും ഫിസിക്കലായിട്ടും നമുക്കെല്ലാ കാര്യങ്ങളും പഠിക്കാം. നമ്മൾ ഓൺലൈനിലൂടെ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ട് അതെല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടി റിഹ്ലയുടെ അഡ്വാൻസ് കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയാണ് റിഹ്ല ആദ്യമായി നിങ്ങളിലോട്ട് വയ്ക്കുന്ന കോഴ്സുകൾ. ഇതിൻ്റെ പുറമെ ഹാബിറ്റൽ ടോക്ക് എല്ലാ വീക്കിലും നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും ജീവിതത്തിൽ ഒരാഴ്ചയിൽ നമ്മൾ ഘട്ടം ഘട്ടമായി ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന് എയിം ചെയ്തുകൊണ്ട് ഒരാഴ്ചയിലും പുതിയ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് അവതരിപ്പിക്കുന്ന ടോക്ക് എല്ലാ ഞായറാഴ്ചയും നമ്മിലേക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് സംരംഭങ്ങളുമായി റിഹ്ലയുടെ യാത്ര ഇവിടെ തുടക്കം കുറിക്കുകയാണ്. പ്രിയപ്പെട്ട സ്നേഹജനങ്ങളോട്, നിങ്ങൾ ഒരു വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇരു ലോകത്തും വിജയിയാകണം എന്ന് അതിയായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി നിങ്ങളുടെ സമയം, അധ്വാനത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ റിഹ്ലയോടുകൂടെയുള്ള യാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ സാന്നിധ്യത്തെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.